ഞാൻ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട്. വീഡിയോ ഇടാനും വേറൊന്നും കൊണ്ടല്ല, ഇടാൻ പറ്റിയില്ല. തൽക്കാലം അത്രയും മതി. പിന്നെ ഇന്ന് ഇവിടുത്തെ കാപ്പി എന്ന് വെച്ചാൽ പുട്ടും നല്ല ചൂട് കടലക്കറിയും വെളുത്തുള്ളിയും പിന്നെ കരിയാപ്പിലയും അങ്ങനെ കരിയാപ്പില വേണമെങ്കിൽ എടുത്ത് കാണിക്കാം. കരിയാപ്പിലയും തേങ്ങാക്കൊത്തും ഒക്കെ ഇട്ട് വെച്ച് നല്ല കിഴങ്ങ് പൊട്ടറ്റോ കുഴങ്ങൊക്കെ ഇട്ട് വെച്ച് നല്ല അടിപൊളി കടലക്കറിയും നല്ല ഇവനാരോ ഇവനാണ് നമ്മൾ പുട്ടെന്ന് പറയും പച്ച മലയാളത്തിൽ. പക്ഷേ ഇവന് എല്ലാവരുടെയും ചേരും. പുട്ടും കടലക്കറിയും, പുട്ടും മുട്ട റോസ്റ്റും, പുട്ടും ഗ്രീൻ പീസും, പുട്ടും സാമ്പാറും. ഇവൻ ചേരാത്ത കറികൾ ചുരുക്കമാണ്. ഇവന് ഒരു സകലകലാവല്ലഭനാണ് ചുരുക്കം പറയാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാര്യം ഇവൻ എല്ലാവരുടെയും ചേരും. എല്ലാവരുടെയും ചേരുന്ന ഒറ്റൊരാളേ ഉള്ളൂ. അതാണ് നമ്മളെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുട്ട്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ. കാര്യം എനിക്ക് പണ്ട് ഇവനെ ഇഷ്ടമല്ലായിരുന്നു. കാര്യം ഇവന് എപ്പോഴും ഇല്ല കുറ്റിയിൽ നിന്ന് കുത്തിയിടുന്ന അങ്ങനെയായിരുന്നു എൻ്റെ ഉമ്മയുടെ ഞാൻ പറയാറുള്ള. അതുകൊണ്ട് ഇവനെ എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാനും ഉമ്മയുടെ കണക്ക് അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്കിപ്പം ഇവനെ വളരെ ഇഷ്ടമാണ്. കാര്യം ഒരു വേഗതയും ഉണ്ടാവും. കാര്യം ഇവ എല്ലാവരുടെയും ചേരും. അതുകൊണ്ടാണ് ഇവനിക്ക് ഞാനിട്ട പേര് സകലകലാവല്ലഭൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലും. എല്ലാ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാ ഇത്തത്തമാരും കിക്കന്മാരും എല്ലാം വീഡിയോ ഏറി കാണണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം നല്ലൊരു സുലൈമാനി നൈറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ, സി യു.